ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണം മാസ് വിഷുവിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. നടൻ സിജു സണ്ണി കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ്. സമ്പൂർണ്ണ കോമഡി എന്റർടൈനറാണ് ചിത്രം. സജീദെ ആദ്യമായി സംവിധാനം ചെയ്ത വടക്കൻ സിനിമയിലെ രംഗ്ലി ഗാനത്തിന് വീഡിയോ പുറത്തിറങ്ങി. പൂർണ്ണമായും ഫിൻലാൻഡിൽ മഞ്ഞു പെയ്യുന്ന സമയത്ത് ചിത്രീകരിച്ച ചിത്രമാണ് രംഗ്ലഖ. ലോക പ്രശസ്ത ഗായികയും ബോളിവുഡിൽ ഒരേ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളവയ സെബ് ബംഗാഷാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. കൃഷ്ണജിത്ത് എസ് വിജയന്റെ സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടാം മുഖം അടുത്ത മാസം റിലീസിനെത്തുമെന്ന് അണിയറ പ്രവർത്തകർ. മണികണ്ഠൻ ആചാരി വ്യത്യസ്തമായൊരു ലുക്കിലാണ് എത്തുന്നത്. മറീന മൈക്കിളും അഞ്ജലി നായരുമാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. യു കമ്പനിയുടെയും കണ്ട ഫിലിംസിന്റെയും ബാനറിൽ KT രാജീവും K ശ്രീവർമ്മയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രം ബാറ്റ്മാൻ ദി ഡാർക്ക് നൈറ്റ് ഐമാക്സിൽ റിലീസ് ചെയ്തു. DC യൂണിവേഴ്സിന് കീഴിൽ ബാറ്റ്മാന്റെ കഥ പറഞ്ഞ ചിത്രം ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ബാറ്റ്മാൻ ബിഗിൻസിന്റെ രണ്ടാം ഭാഗമാണ്. ചിത്രം മെയ് 23-ന് ഐമാക്സ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗ്രാമീണ നന്മയുടെ കുടുംബ കഥ പറയുന്ന ചിത്രം തിരുത്ത് മാർച്ച് 21-ന് തിയേറ്ററുകളിലെത്തുന്നു. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രം MK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അരുലാണ് നിർമ്മിക്കുന്നത്. നിഷ്കളങ്കവും ശാന്തവുമായ എന്നാൽ വന്യമൃഗശല്യമുള്ള ഗ്രാമത്തിലേക്ക് താമസം മാറി വരുന്ന കുടുംബം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി, പിന്നീട് ഗ്രാമത്തിന്റെ ആകെ വിപത്തായി മാറുന്നതും നാടാകെ അതിനെതിരെ പൊരുതുന്നതുമാണ് കഥാസാരം. ജയദേവ് സംവിധാനം ചെയ്യുന്ന ഭാവനയുടെ തമിഴ് ചിത്രം ദി ഡോറിന്റെ ടീസർ പുറത്തിറങ്ങി. ജൂൺ ഡ്രീംസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവീൻ രാജാണ് ചിത്രം നിർമ്മിക്കുന്നത്. തമിഴിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രം ആദ്യഘട്ടത്തിന് ശേഷം മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും റിലീസിനെത്തുമെന്നാണ് സംവിധായകൻ അറിയിച്ചു. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിംഗ് സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടിന് എന്ന ഗാനം പുറത്തിറങ്ങി. 10 വർഷത്തിനു ശേഷം ഒരു ദിലീപ് ചിത്രത്തിൽ അഫ്സൽ പാടുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിയത് സനൽ ദേവാണ്. വിനായക് ശശികുമാറിന്റെയും മനു മഞ്ജിത്തിൻ്റെതുമാണ് വരികൾ. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. വിവിധ ഷെഡ്യൂളുകളിലായി 120ഓളം ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയായത്. പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ പ്രിയംവദ കൃഷ്ണനാണ് നായിക.